പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ഈ നല്ല ഒരു ദിവസം ദൈവം നമുക്ക് ദാനം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ മാത്രം സ്വന്തമല്ല. അങ്ങനെ പറയുവാണെങ്കിൽ അത് യഹൂദൻ്റെ മാത്രം സ്വന്തമാണ്. തിരുവെഴുത്തുകൾ എപ്പോഴും മനുഷ്യ മനസാക്ഷിയെ പലപ്പോഴും വിളിച്ചുണർത്താറുണ്ട്. പല സന്ദർഭങ്ങളിൽ പല രീതിയിലും മനുഷ്യൻ്റെ മനസാക്ഷിയെ വിളിച്ചുണർത്തുന്നതാണ് തിരുവെഴുത്തുകൾ. കർത്താവിൻ്റെ നാമത്തിൽ ചില തിരുവെഴുത്തുകളിൽ നിന്ന് കാര്യങ്ങളെ സംസാരിക്കുന്ന ലൈവുകളാണ് എൻ്റെ ലൈവുകൾ. ബൈബിൾ ഒരുപാട് കാര്യങ്ങളുടെ കലവറയാണ്. ബൈബിൾ ഒരുപാട് കാര്യങ്ങളുടെ കലവറയാണ്. ഈ തിരുവെഴുത്തുകളുടെ ഉള്ളിൽ നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ആത്മമണ്ഡലം അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫിലില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ തിരുവെഴുത്തുകൾ അവർക്ക് സ്വാദിഷ്ടമായിരിക്കത്തില്ല. അവർക്കെപ്പോഴും അത് അരോചകമായിരിക്കും. ഞാൻ പറയുന്ന ഓരോ ലൈവുകളിലും ഇനിയുള്ള ലൈവുകളൊക്കെ വളരെ 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 ഡീപ്പായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. യേശുക്രിസ്തു ദൈവമാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് ക്രിസ്ത്യ സമൂഹത്തിനകത്ത് പലപ്പോഴും നമ്മെ പിടിച്ചു കുലുക്കിയിട്ടുള്ളത്. യഹോവ ദൈവമാണോ? യേശുക്രിസ്തു ദൈവമാണോ? ഒരുപാട് ബൈബിളിലെ ചോദ്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ പുത്രന്മാരും ദൈവത്തിൻ്റെ പുത്രിമാരും ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യൻ്റെ പുത്രിമാരും, ഏലിയാവിനടുക്കൽ വന്ന കാക്ക ആരാണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അണിനിരത്തിയാൽ ക്രിസ്ത്യാനിറ്റിക്കകത്ത് ഉത്തരമില്ല. എന്നാൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ടതായ തിരുവെഴുത്തുകൾ, വചനമല്ല തിരുവെഴുത്തുകൾ. ഒരുപാട് ക്രിസ്ത്യാനികൾ ചിന്തിക്കാറുണ്ട് ഈ തിരുവെഴുത്ത് എന്ന് പറയുന്നത്, ഒരുപാട് ക്രിസ്ത്യാനികൾ പറയാറുണ്ട് ഈ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് വചനമാണ്. തെറ്റായ പഠിപ്പിക്കലാണ്. തിരുവെഴുത്തുകൾ വചനമല്ല. വചനം എന്താണെന്നും വചനം എന്തായി തീർന്നുവെന്നും കൃത്യമായ നിലയിൽ ഈ ലൈവുകളിൽ പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇത് ദൈവകൃപയാൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാനും എന്നെ ദൈവം വായിച്ചിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുക്രിസ്തു ദൈവമാണോ എന്നൊരു ചോദ്യം ബൈബിളിനകത്തും ക്രിസ്ത്യാനിറ്റിക്കകത്തും പല വിഭാഗങ്ങളുടെ അകത്തും അടി നടക്കുന്നൊരു വിഷയമാണ്. എന്നാൽ ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 6, 7, 8 വാക്യങ്ങളിൽ ദൈവം അല്ലെങ്കിൽ യേശു ആരായിരുന്നെന്ന് അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ ഒരിടത്തും ദൈവമാണെന്ന് പറയുന്നില്ല. ഒരു ഭാഗത്ത് പറയുന്നു പിതാവും ദൈവവുമായവൻ എന്ന് മാത്രം പറയുന്നു. യേശുക്രിസ്തു ദൈവമാണെന്ന്, നമ്മുടെ ദൈവം ഇവരെല്ലാവരും യേശുക്രിസ്തു ദൈവമാണെന്നോ അല്ലെന്നോ അല്ല ഞാൻ പറയുന്നത്. യേശു എന്തായിരുന്നു എന്നും യേശുക്രിസ്തു എന്തിനാ ഭൂമിയിൽ വന്നതെന്നും യേശു എന്തിനാണ് ഭൂമിയിൽ ആക്ടിവേറ്റ് ചെയ്തതെന്നുമാണ് ഈ ലൈവിൽ ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ, നമുക്ക് ആ ടോപ്പിക് ഒന്ന് വായിക്കാം. നിങ്ങളുടെ കയ്യിൽ കരങ്ങളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുക. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന്, ദൈവരൂപം എന്ന വേർഡിനെ അണ്ടർലൈൻ ചെയ്യണം. ദൈവത്തോടുള്ള സമത്വം അണ്ടർലൈൻ ചെയ്യണം. കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. അവൻ എങ്ങനെയായിരുന്നു? ദൈവരൂപത്തിലിരുന്നു. നമ്മുടെ കയ്യിൽ ജലം ഇരിപ്പുണ്ട്, വെള്ളം ഇരിപ്പുണ്ട്. ആ വെള്ളം ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ വെളിയിലെത്തുമ്പോൾ അത് വെള്ളമായി തീരും, അകത്തിരിക്കുമ്പോൾ ഐസാണ്. അപ്പോൾ യേശുക്രിസ്തു എങ്ങനെയിരുന്നെന്നറിയാമോ? ദൈവരൂപത്തിലിരുന്നു. യേശു ഒരിക്കൽ പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവം ആത്മാവാകുന്നു എന്ന് വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവ രൂപത്തിലായിരുന്നു യേശുക്രിസ്തു ഇരുന്നത്.
യേശുക്രിസ്തു ദൈവത്തിൻ്റെ രൂപത്തിലിരിക്കവേ ഭൂമിയിലുള്ള മനുഷ്യരൂപത്തിലേക്ക് വന്നത് ദാസരൂപം എന്ന് തിരുവെഴുത്ത് പറയുന്നു. ദാസരൂപം എടുത്ത മനുഷ്യൻ്റെ സാദൃശ്യത്തിലായി. നമ്മൾ ഈ ഹൗവയെയും സൃഷ്ടിച്ചതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. യഹൂദൻ്റെ പഠനം ഞാൻ പറയാം. യഹൂദൻ പറയുന്നത് ഹൗവയെയും യഹൂദൻ്റെ പഠനങ്ങളിലുള്ള കാര്യങ്ങളാണ്. ഹൗവയും അത് ഒരുപാട് തർക്കത്തിലൊക്കെയാണ് എങ്കിലും അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ, പഠിച്ചിട്ടുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റിയ കാര്യമാണ്. ഭൂമിയുടെ പുറത്ത് നിയാൻഡർത്തൽ, ഹോമോസാപ്പിയൻസ്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ. ദൈവത്തിൻ്റെ ഛായയിലും രൂപത്തിൽ ഒരു മനുഷ്യനെ വേണമെന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ നിന്നൊരാളെ എടുത്തുവെന്നും അവർ ഈ ഭൂമിക്കകത്ത് പാർത്താൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് ദൈവം ഭൂമിക്കകത്ത് തന്നെ കിഴക്ക് ദേശത്ത് ഒരു ഏദൻ തോട്ടമുണ്ടാക്കി ഇവരെ അതിനകത്താക്കി ദൈവത്തിൻ്റെ ശ്വാസം, കൃത്രിമ ശ്വാസം അവരിലേക്ക് ഊതി അവരെ, ആ മനുഷ്യരെ തന്നെ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും മെനഞ്ഞെടുത്ത്, വെളിയിലുള്ള മനുഷ്യനെ അകത്തോട്ട് കയറ്റി രൂപത്തിലും ഛായയിലും മെനഞ്ഞെടുത്ത് അവരിലേക്ക് ജീവശ്വാസം ഊതി. ഈ ജീവശ്വാസം ഊതി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഒരു മനുഷ്യൻ വെള്ളത്തിലേക്ക് വീഴുന്നുപോയി അയാളെ തിരിച്ചെടുക്കുമ്പോൾ ജീവശ്വാസം ഊതി കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മൗത്ത് ടു മൗത്തായിട്ട് അവർക്ക് ശ്വാസം കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ ജീവശ്വാസമൂതി അവനിലേക്ക് അവൻ്റെ ഹാർട്ട് പമ്പ് ചെയ്യാൻ തുടങ്ങി, അവൻ്റെ ലൈഫ് പമ്പ് ചെയ്യാൻ തുടങ്ങി. അവൻ സ്പിരിറ്റ് മോഡലായ മനുഷ്യനാണെന്നാണ് യഹൂദൻ്റെ പഠനം. നമ്മൾ അത് ചെക്ക് ചെയ്താൽ 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തിരി ബുദ്ധിയും ഇത്തിരി അറിവും തിരുവെഴുത്തുകളെക്കുറിച്ച് ഒരു ഗ്രാഹ്യമുള്ളവൻ കൃത്യമായിട്ടുള്ള നിലയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവന് കൃത്യമായിട്ട് അറിയാം അത് സത്യമായിരുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു. കാരണം കയ്യൻ പറയുന്നുണ്ട്, പുറത്തുള്ള മനുഷ്യർ എന്നെ കണ്ട് മനുഷ്യർ എന്ന് പറയുന്നുണ്ട്. ഈ മനുഷ്യർ എവിടെ നിന്നുണ്ടായെന്ന് വേദപുസ്തകത്തിൽ പലരും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ മനുഷ്യരൊന്നും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും സാവധാനത്തിൽ എടുത്തു തരാം. അപ്പോൾ ഈ മനുഷ്യനെ എടുത്ത് ഏദൻ തോട്ടത്തിൽ വെച്ച് സ്വർണ്ണ ഡസ്റ്റ് വെച്ച്, അല്ലെങ്കിൽ ഹവീല ദേശത്തെ പൊന്നുപൊടി കൊണ്ട് തന്നെ വീണ്ടും മെനഞ്ഞെടുത്ത് തന്നെ യഹൂദൻ്റെ ഒരു ലേബലാക്കി, ഒരു തുടക്കക്കാരനാക്കി അവിടെ ആദത്തിനെ ഹൗവയെ സൃഷ്ടിക്കുകയാണ്. അവൻ്റെ ആഗ്രഹം പുറത്തുള്ള മനുഷ്യരെ നിന്ന് എടുത്തത് കൊണ്ട് അവൻ്റെ ആഗ്രഹം എപ്പോഴും പുറത്തുള്ള ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പള്ളി പോകുന്നതൊന്നുമല്ല കാര്യം. യേശുക്രിസ്തുവിൻ്റെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തുള്ള ലൈഫ് സ്റ്റൈലുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ ലോകക്കാർ അങ്ങനെ പോവല്ലേ, ലോകക്കാർ അങ്ങനെ പോട്ടെ, പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ ലൈഫ് സ്റ്റൈലിൽ മെനഞ്ഞവരാണ്. നിങ്ങൾക്ക് സ്വയമേ തീരുമാനമെടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാലേ തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എഴുതിക്കുന്ന വാക്യം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം, അവൻ ദൈവരൂപത്തിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം. ഈ സമത്വം എന്ന് പറയുന്ന വേർഡ് ഐക്യതയാണ്. യേശുക്രിസ്തു ദാസരൂപം എടുത്തെന്നാണ്. നമ്മൾ ഉൽപ്പത്തിയിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ. അവനെ സൃഷ്ടിച്ചത് എങ്ങനെ? സ്പിരിറ്റ് മോഡലാണ് സൃഷ്ടിച്ചത്. എന്നാൽ ദൈവം പറയുകയാണ് 6-ാം അധ്യായത്തിൽ അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരാവുന്നൊക്കെ പറയുക. എൻ്റെ ആത്മാവ് സദാകാലം അവനോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ. ദൈവവുമായിട്ട് ഉള്ള മനുഷ്യൻ്റെ ബന്ധം സ്പിരിറ്റ് മോഡിൽ നിന്ന ആ മനുഷ്യൻ നേരെ അധംപതിച്ച് ജഡപ്രകാരമായി തീർന്നു എന്നതാണ് സത്യം. അവനെ സൃഷ്ടിച്ചത് എങ്ങനാ? ദൈവത്തിൻ്റെ രൂപത്തിലും ദൈവത്തിൻ്റെ ഛായയിലും. ദൈവത്തിൻ്റെ രൂപം എന്താ? നമ്മൾ നേരത്തെ വായിച്ചു, ദൈവം ആത്മാവാകുന്നു. ദൈവത്തിൻ്റെ രൂപത്തിലാണ് അവനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ ജഡപ്രകാരമുള്ള മനുഷ്യനിലേക്ക് വന്നു, ദാസൻ എന്ന രൂപത്തിലേക്ക് വന്നു. നമ്മൾ തിരിച്ച്
എഫെസ്യ ലേഖനത്തിൽ ഫിലിപ്പി ലേഖനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, 7-ാം വാക്യം പറയുന്നു, വിചാരിക്കുക ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി. ദാസന്റെ രൂപമെടുത്തു മനുഷ്യ സദൃശ്യത്തിലായി. അപ്പോൾ മനുഷ്യന്റെ സദൃശ്യം ദാസരൂപമാണ്. ദൈവരൂപത്തിയിരുന്ന മനുഷ്യൻ ദാസരൂപത്തിലാക്കി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശുക്രിസ്തു 30 വയസ്സ് വരെ മനുഷ്യപുത്രനായിരുന്നു. ഒരുപാട് വാക്യങ്ങൾ എടുത്ത് കാണിച്ചു തരാം. 30 വയസ്സ് വരെ യേശു മനുഷ്യപുത്രനായിരുന്നു. അവന് യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ട് നോക്കിയാൽ 12 വയസ്സ് വരെ അമ്മയുടെ കൂടെ ആലയത്തിലേക്ക് പോകുമായിരുന്നു. ഒരു മനുഷ്യ സ്ത്രീയുടെ അടുക്കൽ, ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച ഉലകത്തിൻ്റെ നായകൻ, പ്രപഞ്ച സൃഷ്ടാവ് ഒരു മനുഷ്യ സ്ത്രീയുടെ അടുക്കൽ അവിടെ മാറിൽ ചുരക്കുന്ന പാല് കുടിച്ച്, വിശക്കുമ്പോൾ ആ പാല് കുടിച്ച് ജീവിച്ച്, വിഴുന്നു പോകുമ്പോൾ നടക്കാൻ പഠിച്ചത് ഒരു അമ്മയുടെ കൈ പിടിച്ചാണ്, ഒരു അപ്പൻ്റെ കൈ പിടിച്ചാണ്. അവിടെ മനുഷ്യരെങ്ങനെയൊക്കെ പെരുമാറുമോ അതുപോലെയൊക്കെ പെരുമാറാൻ ശ്രമിക്കുകയല്ല ചെയ്തത്, പെരുമാറി ഒരു മനുഷ്യപുത്രനെ പോലെ ഈ ഭൂമി ജീവിച്ചു. 30-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ തൻ്റെ അകത്തിരുന്ന ദൈവപുത്രൻ എന്ന ആ സ്പിരിറ്റ് മോഡലുള്ള ആൾ പുറത്തു വന്നു. നമ്മുടെ യാത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ജഡപ്രകാരം ജീവിച്ച് ദൈവപുത്രന്മാരെന്ന് പറഞ്ഞിട്ട് മനുഷ്യപുത്രൻ ലെവലിലേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യപുത്രനായി ജീവിച്ച് ദൈവപുത്രനായി വെളിപ്പെടണം. ദൈവപുത്രനായി ജീവിച്ച് മനുഷ്യപുത്രനായിട്ടല്ല വെളിപ്പെടേണ്ടത്. ഇന്നത്തെ സകല ക്രിസ്ത്യാനികളും ഒറ്റൊഴിയാതെ ഞാൻ പറയാം, അവർ മനുഷ്യപുത്രന്മാരെ പോലെ ജീവിക്കുകയാണ്. ലോകം കരയുമ്പോൾ അവരും കരയും, ലോകം പാട്ടുപാടുമ്പോൾ അവരും പാട്ടുപാടും, ലോകം സന്തോഷിക്കുമ്പോൾ അവർ സന്തോഷിക്കും. ഈ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നൊരു വാക്യമുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, മുറി പാൻ്റ് ഇടുന്നതും മുടി നീട്ടി വളർത്തുന്നതും ഇപ്പോഴത്തെ ഫ്രീക്കന്മാർ പോകുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ലോക സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സഭയുടെ അകത്ത് വരെ ഉണ്ട്. പണത്തെ ആശ്രയിച്ച് ദൈവത്തെ തള്ളിപ്പറയുന്ന ലോക സ്റ്റൈൽ സ്നേഹമാണ്. പണത്തിന് വേണ്ടി തന്നെ ജീവിക്കുന്ന ലോകസ്നേഹമാണ്. ചതിക്കുന്നത് ലോകസ്നേഹമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പിന്നെ ഞാൻ പറയാം. ഈ യേശുക്രിസ്തു ദൈവമാണെന്നുള്ള തെളിവിലേക്ക് നമ്മൾ വരികയാണ്. യേശു ആരായിരുന്നു? യേശു ദൈവമായിരുന്നു. ആ ദൈവരൂപത്തിലിരിക്കുന്ന യേശുക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ നിന്ന്, അല്ലെങ്കിൽ തൻ്റെ എല്ലാമായ തൃത്വത്തിനകത്ത് നിന്ന് ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് വന്ന് ഈ ഭൂമിയിൽ പാർത്ത് നമുക്ക് വേണ്ടി യഹൂദന് വേണ്ടി ആദ്യവും നമുക്ക് വേണ്ടി രണ്ടാമതും അവൻ പ്രത്യക്ഷനായതാണ് തിരുവെഴുത്തിലെ ഏറ്റവും മഹാത്ഭുതം. യേശുക്രിസ്തു, ഞാൻ വിശ്വസിക്കുന്നു, ഒന്നാമത് പ്രത്യക്ഷനായത് 31-ാം വയസ്സിൽ പ്രത്യക്ഷനായത് യഹൂദന് വേണ്ടിയാണ്, ദൈവപുത്രനായി. എന്നാൽ ക്രൂശീകരണത്തിന് ശേഷം പ്രത്യക്ഷനായത് ജാതികൾക്ക് വേണ്ടിയാണ്. ഇവിടെ ഹിന്ദു ആയാലും മുസൽമാനായാലും ഇവിടുത്തെ ഏത് നിരീശ്വരവാദിയായാലും ക്രിസ്ത്യാനിയായാലും ബുദ്ധനായാലും സിഖുകാരനായാലും നീ മനുഷ്യനാണോ, നിനക്ക് വേണ്ടി അവൻ രണ്ടാമതും പ്രത്യക്ഷനായി. അവന്റെ റിസറക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. ആമേൻ. ഞാനൊരു വാക്യം കൂടെ വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും എന്ന് പറഞ്ഞാൽ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി ജനിച്ചു. അപ്പോൾ മനുഷ്യൻ എവിടാ ജനിച്ചത്? മനുഷ്യൻ ഈ ഭൂമി ജീവിക്കുന്ന സ്പിരിറ്റ് മോഡലാണോ, ജഡത്തിന്റെ മോഡലാണോ? മനുഷ്യൻ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് അവന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവവുമായിട്ട് ബന്ധമില്ലാത്തത്. ആമേൻ. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് എല്ലാം പറഞ്ഞിട്ട് ഗിരിപ്രഭാഷണം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ അറയ്ക്കകത്ത് കടന്ന് കതകടച്ച് രഹസ്യത്തിലുള്ള എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളെന്ത് ചിന്തിക്കും? ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ഉണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. നിങ്ങളെന്ത് ചിന്തിക്കും?
നിങ്ങൾ പറയും ഓടിച്ചെന്ന് റൂമിനകത്ത് കയറി കതകടച്ച് പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ ഇത് കേൾക്കുന്ന യഹൂദനറിയാം യേശു എന്തിനാണ് പറഞ്ഞത്. യേശു ഉപമയായിട്ട് പറഞ്ഞതിൻ്റെ കാരണം യഹൂദന് മനസ്സിലാകും, പുറം ജാതിക്കാരന് മനസ്സിലാകരുത്. യേശു തെളിച്ച് പറഞ്ഞതിൻ്റെ കാരണം യഹൂദന് മനസ്സിലാകരുത്, പുറം ജാതിക്കാരന് മനസ്സിലാകണം. ഈ അറയിൽ കടന്ന്, മുറിക്കകത്ത് കടന്ന് അറയ്ക്കകത്ത് കയറി വാതിലടച്ച് പ്രാർത്ഥിക്കണം, രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതെന്താണ് അത് ഉദ്ദേശിക്കുന്നറിയാവോ? നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും നിശ്ചലമാക്കിയിട്ട് ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവ മനുഷ്യനെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഇത് മലയാളി അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഇത് മോറലായിട്ട് വായിച്ചിട്ട് ഇതിനകത്തുള്ള സത്തെടുക്കാതെ ഇപ്പം പുറം മാത്രം എടുത്തിട്ട് റൂമിൽ കയറി കതവടച്ച് മണിക്കൂറുകളോളം ഇരിക്കുകയാണ്. ദൈവം സംസാരിക്കുന്നില്ല. സ്പിരിറ്റ് മോഡിൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച മോഡിലേക്ക് അവൻ തിരിച്ചു വരാതെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം വരാതെ ഒരിക്കലും അവൻ ദൈവത്തിൻ്റെ മുഖപ്രകാശവും സൗണ്ടും കേൾക്കുകയില്ല. പള്ളിയിൽ പോയോ, ആരാധിച്ചോ, ഏത് പള്ളി ചെന്ന് തല കുത്തനെഴുന്നോ, അമ്പലത്തിൽ പോവോ, എന്ത് വേണം, മുസൽമാനാകോ, എന്തോ ചെയ്തോ, പക്ഷേ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തെ വഹിക്കുന്നവനായ നീ ഈ അമ്പലങ്ങളിൽ പോയ ദൈവത്തെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ പോയാലോ വേറെ എവിടെയൊക്കെ പോയാലോ, അവിടെയൊക്കെ ദൈവം ഉണ്ടെന്നല്ല, അവിടെയൊക്കെ മതങ്ങളാണ്. ദൈവം നിന്നിലാണ് വസിക്കുന്നത്, നീയാണ് അവൻ്റെ ആലയം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയും ജനിച്ചു, ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് വിളിച്ചു. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി ജനിച്ചു, ആത്മാവിൽ താൻ അടുത്ത ഒരു ബോൺ അഗെയിനാണ്. ആത്മാവിൽ ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെട്ടു. നമ്മൾ ജഡം സംബന്ധിച്ച് മരിച്ച് ആത്മാവിൽ ജീവിക്കേണ്ടതിന് പകരം ചത്ത ശവവും കൊണ്ട് നമ്മൾ നടക്കുകയാണ്. ഞാനിത് പറയുന്നതുകൊണ്ട് എനിക്കെതിരെ ഒരുപാട് റൂമേഴ്സ് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് വിഷയമല്ല. ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ലേബലും എനിക്ക് വേണ്ട, ഒരു നല്ലവൻ എന്ന ലേബലും വേണ്ട. തിരുവെഴുത്തുകൾ കൃത്യമായ നിലയിൽ തന്നെ സംസാരിച്ചിരിക്കും. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരുപാട് കള്ളങ്ങളുണ്ട്, ഒരുപാട് കള്ളങ്ങൾ. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു കാക്ക, ഒരു ഏലിയാവ് പട്ടിണി കിടക്കുകയാണ്, 3-4 ദിവസം ആഹാരം കഴിച്ചിട്ട്. ഒരു കാക്ക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് റേവൻ, ചിലർ പറയുന്നത് വലിയ കാക്കയാണെന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് ഡിനോസറാണ്. ഒരു കാക്ക തൻ്റെ വായിൽ നിന്നുള്ള ഭക്ഷണം കൊടുത്തപ്പോൾ അയാൾ തൃപ്തിയായെന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇന്നത്തെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞാൽ അവർ പറയും പൊട്ടക്കഥയെന്ന് പറയും. പക്ഷെ അത് ഈ ബൈബിൾ എന്ന് പറയുന്ന ഒരു കോഡാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ ഈ കോഡ് പൊളിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു ബാങ്കിലേക്ക് പോയാൽ അവിടെ ഫിംഗർ ലോക്കുണ്ട്, അല്ലെങ്കിൽ ഒരു കാറ് മേടിച്ചാൽ അത് ഫിംഗർ ലോക്കുണ്ട്, ഒരു ഫോൺ മേടിച്ചാൽ ഫിംഗർ ലോക്കുണ്ട്. നിങ്ങൾക്കല്ലാതെ വേറൊരാൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? നിങ്ങളുടെ പ്രൈവസി അത്. ഇതുപോലെ പരിശുദ്ധാത്മാവെന്ന ദൈവപുത്രൻ എന്ന റവലേഷനിലേക്ക് നിങ്ങൾ വരാതെ ഒരിക്കലും തിരുവെഴുത്തുകളുടെ നിങ്ങൾക്ക് അതിൻ്റെ അകത്തളം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും പുറത്തളത്തിൽ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ അബ്രഹാമിനോടൊക്കെ ദൈവം പറഞ്ഞത് റേമയാണ്. റേമയെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കേട്ട ശബ്ദം. അത് എഴുതപ്പെട്ട വചനമായിട്ട് ഇന്നും കിടക്കുന്നു. അതിനെ എടുത്ത് വെച്ച് നമ്മൾ പ്രസംഗിക്കുകയാണ്. നിങ്ങൾ റേമ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ റേമയിൽ ജീവിക്കണം, ലോഗോസിൽ ജീവിക്കരുത്. ഇന്നത്തെ സഭകൾ മൊത്തം ചത്തുപോകുന്നത്, മൊത്തം ക്രിസ്ത്യാനികൾ നശിച്ചു പോകുന്നത്, പല സഭകളും ക്ലബ്ബുകളാകുന്നതിൻ്റെ കാരണം ലോഗോസിൽ ജീവിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന ഏത് മതത്തിലുള്ള ആളായാലും ഞാൻ പറയാം, നിങ്ങൾ വിഷമത്തിയിരിക്കുമ്പോൾ, നിങ്ങൾ സങ്കടത്തിയിരിക്കുമ്പോൾ, നിങ്ങൾ ആരുമില്ലാതെ അനാഥത്വത്തിലിരിക്കുമ്പോൾ, പ്രാണവേദന ഇരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. നിങ്ങളുടെ അകത്തിൽ നിങ്ങൾ ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കും. സാരമില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന മനസ്സല്ല, ദൈവമാണ്. ഈ ലോകത്ത് മനുഷ്യനായി ജീവിച്ച ഏവനും പ്രാണം പോകുന്ന വേദനയിലേക്ക് ചിലപ്പോഴൊക്കെ വീഴാറുണ്ട്. ആ വേദന അവനിൽ നിന്ന് തുടച്ചു നീക്കുന്നത് മനുഷ്യൻ ചിലപ്പോൾ അവൻ ആശ്വാസം പകർന്നിട്ടല്ല, ദൈവം അവൻ്റെ ഉള്ളിൽ സാന്ത്വനിപ്പിച്ചിട്ടാണ്. കാരണം മുറിവ് വന്നവനെ മുറിവ് കെട്ടാൻ അറിയത്തുള്ളൂ. യേശു മുറിവുള്ളവനാണ്, അവന് മുറിവ് കെട്ടാൻ അറിയാം.
ഞാൻ തിരിച്ച് വാക്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ മനുഷ്യൻ എന്തായി തീർന്നെന്ന് അറിയാമോ? ജഡമായി തീർന്ന മനുഷ്യൻ ഈ ആത്മാവുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും യേശുക്രിസ്തു വസിക്കുന്നുണ്ട്, ദൈവം വസിക്കുന്നുണ്ട്. യേശുക്രിസ്തു എങ്ങനെയായിരുന്നു? ഫിലിപ്പി ലേഖനത്തിനകത്ത് നമ്മൾ വായിച്ചാൽ അവൻ ദൈവരൂപത്തിലായിരുന്നു. ഞാൻ പറഞ്ഞപ്പോഴും ഫ്രിഡ്ജിനകത്ത് നിന്ന് ഐസ് എടുത്ത് പുറത്ത് വെച്ചാൽ വെള്ളമായി പോകും. ആ വെള്ളത്തെ എടുത്ത് വീണ്ടും അകത്ത് വെച്ചാൽ ഐസാകും. ദൈവത്തിൻ്റെ ആ റലത്തിൽ നിന്ന് ഒരു രൂപം അല്ലെങ്കിൽ ദൈവം ഭൂമിയിലോട്ട് വന്നിട്ട് മനുഷ്യന്റെ രൂപത്തിൽ പാർത്തു എന്ന് പറയുന്ന അതിശയകരമായ സംഭവമാണ്. അകത്തിരിക്കുന്ന ഐസിനെ എടുത്ത് വെളിയിൽ ഐസായി തന്നെ വെക്കുന്നത് പോലെയാണ് യേശുക്രിസ്തു ഈ ഭൂമി ജീവിച്ചത്. അവന്റെ ഉള്ളിലുള്ള ദൈവരൂപം പുറത്തു വന്നത് 31 വയസ്സിലാണ്. 31 വയസ്സിൽ ദൈവരൂപം പുറത്തു വന്ന ക്രിസ്തു, ബൈബിളിനകത്ത് 4 തരത്തിൽ യേശുവുണ്ട്. മിശിഹ എന്ന് പറയുന്ന യഹൂദന്റെ മാത്രം കുത്തകയായ യേശു. 2 നസറേനായ യേശു, യഹൂദനെ പരിചയപ്പെടുത്തി, യഹൂദൻ പുരോഹിതർക്ക് പരിചയപ്പെടുത്തിയതും ശാസ്ത്രിമാർക്ക് പരിചയപ്പെടുത്തിയതും പരിചയമുള്ളവനായിരുന്നത് നസറേനായ യേശു ക്രിസ്തു. 3 യേശുക്രിസ്തു എന്ന ഒരാളെ അപ്പോസ്തലന്മാർ പരിചയപ്പെടുത്തുന്നു. എന്നാൽ പൗലോസ് പരിചയപ്പെടുത്തുന്നു ക്രിസ്തു. ആരാണ് ക്രിസ്തു? ഇനി ഞാൻ യേശുവിനെയും ജഡത്തിൽ അറിയുന്നില്ല എന്ന് പൗലോസ് പറയുന്നു. കാരണം യേശുവിനെ ജഡത്തിൽ അറിയുന്നില്ല, ക്രിസ്തുവിനെയാണ് ഞാൻ അറിയുന്നത്. ഞാൻ ക്രിസ്തുവായി മാറിപ്പോയി. ഇനി എൻ്റെ ക്രിസ്തുവിൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്, ക്രിസ്തുവിൻ്റെ ചെവി കൊണ്ട് കേൾക്കുകയാണ്, ക്രിസ്തുവിൻ്റെ വാ കൊണ്ട് സംസാരിക്കുകയാണ്, ക്രിസ്തു എന്ന ശരീരം കൊണ്ട് നടക്കുകയാണ്. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്ര. വലിയ ആഡംബര ബംഗ്ലാവിൽ ഇരുന്ന് ക്രിസ്ത്യാനിത്വത്തിൻ്റെ മേലാളന്മാർ താഴോട്ടിരുന്നിട്ട് ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ അവർ കേൾക്കത്തില്ല. കാരണം പറയുന്ന വേർഡും പ്രവർത്തിക്കുന്നത് രണ്ട് രീതിയാണെന്ന്. ഞാൻ പറയട്ടെ, തിരുവെഴുത്തിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം. ഞാൻ പറയാതെ തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി യേശു ദൈവമാണോ യേശു ദൈവമല്ല. യേശുക്രിസ്തു ദൈവമായതുകൊണ്ടാണ് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവനിലല്ലോ സകലതിൻ്റെയും പൂർത്തീകരണം ഇരിക്കുന്നത്. സകല സൃഷ്ടിയും അവനിലാണ് ഉണ്ടായത്. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ 1-ാം അധ്യായത്തിൽ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. നമുക്ക് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം ഒന്ന് വായിക്കാം. ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ബൈബിൾ വചനമാണെന്ന് പഠിപ്പിക്കുന്ന പൊട്ടത്തരമാണ് ആദ്യത്തെ കാലത്ത്. ബൈബിൾ വചനമല്ല. ബൈബിൾ എഴുതപ്പെട്ട ലോഗോസാണ്. പണ്ട് റേമയായിരുന്നു, ഇപ്പോൾ അത് ലോഗോസാണ്. വചനം യേശുക്രിസ്തുവിൻ്റെ പേരാണ്. യേശുക്രിസ്തുവിൻ്റെ കൂടെയാണ് വചനം എന്ന് പറയുന്നാൽ വെളിപ്പാട് പുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്, കുഞ്ഞാട് തിരുവെഴുത്തുകളെ തുറക്കുവാൻ യോഗ്യനായി തീർന്നു, അവന് ദൈവവചനമെന്നും പേർ. ബൈബിളിനകത്തിരിക്കുന്ന വാക്യമല്ല ദൈവവചനം, ഈ ഇരിക്കുന്ന പിതാവിനോട് സമത്വത്തോടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു രൂപമാണ് ദൈവവചനം. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതിൻ്റെ ക്രിയേറ്ററാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു മാത്രമാണോ? ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ പറയാറുണ്ട്, ഇസ്രായേലിൻ്റെ ആ മണ്ണിനകത്തേക്ക് നാഥൻ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന യേശുക്രിസ്തു എന്ന ജഡരൂപത്തിലുള്ള, ദാസരൂപത്തിലുള്ള, മനുഷ്യരൂപത്തിലുള്ള ഒരാളെയാണ്. എന്നാൽ നമ്മൾ കാണാത്ത ഒരു തലമുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒരുമിച്ച് നിൽക്കുന്ന ആ പൊസിഷൻ നമ്മൾ കണ്ടിട്ടില്ല. മുസ്ലിംകാർ പറയുന്നു റൂഹ, ഹിന്ദുക്കൾ പറയുന്നു പരമാത്മാവ്, ക്രിസ്ത്യാനി പറയുന്നു പരിശുദ്ധാത്മാവ്.
ഇത് മൂന്നും ഒന്നാണ്. പല പല വിവേകാനന്ദനും പല പല ശങ്കരാചാര്യരും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ആത്മതലത്തിലേക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അല്ല ക്രിസ്ത്യാനി മാത്രമല്ല. ഇവരൊക്കെ ദൈവത്തിൻ്റെ ആ സ്പിരിറ്റ് മോഡലേക്ക്, ദൈവപുത്രൻ എന്ന വെളിപ്പാടിലേക്ക് പോകാൻ ആഗ്രഹിച്ചവരാണ്. ആ വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾക്ക് പോകാൻ കഴിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. ആമേൻ. ഇവരെല്ലാം വെളിപ്പാടിൽ ജീവിച്ചവരാണ്. മനുഷ്യനായി ജനിച്ച ജഡത്തിൽ ജീവിച്ച ദൈവപുത്രനായി വെളിപ്പെട്ടവരാണ് അവരൊക്കെ. അതിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നവരാണ് അവരൊക്കെ. നമ്മൾ ദൈവപുത്രന്മാരായി തീർന്നവരാണ് നമ്മൾ. ഇന്ന് ഭൂമി ജീവിച്ച ജഡത്തിൽ ഒരു അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ നിന്ന്, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യൻ, അവൻ ദൈവപുത്രനെ പോലെ ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ബൈബിളിലെ ഏറ്റവും വലിയ മിസ്റ്ററി. പലരും പറയാറുണ്ട് ബൈബിൾ കത്തിച്ചവനെ ദൈവം കത്തിച്ചു. ഞാൻ പറയട്ടെ, ഒന്നുമല്ല. തിരുവെഴുത്ത് കത്തിച്ച് കളഞ്ഞാലും തിരുവെഴുത്ത് ചുട്ട് കളഞ്ഞാലും ദൈവവചനത്തെ ഒരുത്തനും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ആ ദൈവവചനം വസിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. പലരും പറയാറുണ്ട്, ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളതും പലരോട് തർക്കിക്കാനുള്ളൊരു വിഷയമുണ്ട്. തർക്കിക്കാൻ പോകത്തില്ല, സംസാരിക്കുന്നൊരു വിഷയം. ചിലർ പറയുന്നു ഹെല്ലുണ്ടെന്ന്. ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞങ്ങ് പോയേക്കാം. ബൈബിളിൽ ഒരുപാട് ചോദ്യങ്ങളിൽ ഒന്നാണ്, ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ബൈബിളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെന്ന്, ഒരു ദൈവ മനുഷ്യനെന്നല്ല, ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടി വരും. ഞാൻ ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ ന്യായാസനം സ്വർഗത്തിലാണോ നിങ്ങളുടെ ഉള്ളിലാണോ? എന്ത് പറയുന്നു? തിരുവെഴുത്തറിയുന്ന നിങ്ങൾ പറ. ക്രിസ്തുവിൻ്റെ ന്യായാസനം നിങ്ങളുടെ ഉള്ളിലാണ്. കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. മനുഷ്യനായി പറഞ്ഞ ഒരുവന്റെ ഉള്ളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു ഇരിക്കുന്നു എന്നാണ് വാക്യം. ഇരിക്കാനുള്ള നീതിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ക്രിസ്തുവാണ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ വാക്യം, ഒരുവൻ തൻ്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടി വരും. ജീവിക്കുന്ന നരകമായി നിങ്ങൾ ജീവിക്കേണ്ടി വരും ഭൂമിയിൽ. അല്ലാതെ അവിടെ പോയി ആത്മാവിനായിട്ട് ദണ്ഡിപ്പിക്കുന്ന പരിപാടിയൊക്കെ പണ്ടത്തെ കഥകളാണ്. നിങ്ങൾ ഈ ഭൂമിയിലൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ദൈവം അത് ക്ഷമിക്കാൻ തയ്യാറാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി വെച്ച് തന്നെ ഈ ഭൂമിയിൽ ന്യായവിധി ഉണ്ടാകും. യേശു ക്രിസ്തുവിലുള്ളവർക്ക് ന്യായവിധിയൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഇല്ല. പക്ഷെ യേശു ക്രിസ്തുവിൽ ഉള്ളവർക്കാണത്. യേശു ക്രിസ്തുവിൽ ന്യൂബോൺ ആയിട്ടും വേണ്ടാത്ത പരിപാടി കാണിച്ചാൽ ദൈവം എന്ത് ചെയ്തറിയാമോ? ക്ഷമിച്ചു പോവും. പക്ഷെ നിന്റെ ബോഡിക്കകത്ത് അതിന്റെ പ്രയാസം നീ നേരിടേണ്ടി വരും. നീ ലിവിങ് ഹെല്ലായി പോവും. വേണമെങ്കിൽ പരിശോധിച്ച് നോക്കും പലരുടെയും ജീവിതം. കർത്താവ് ക്ഷമിക്കുമെന്ന് ഓർത്ത് വീണ്ടും വീണ്ടും ചെയ്യുന്നവരുണ്ട്. ഞാൻ ഇതൊന്നും അല്ല വിഷയം. ദൈവം എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്, ഒരു ട്രയൂൺ ഗോഡാണ്, ഒരു പൊസിഷനാണത്. ആ പൊസിഷനിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിലെ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യനോട് സംസാരിക്കുന്ന നിലവാരത്തിൽ അവൻ്റെ ഭാഷ പഠിച്ച് യഹൂദൻ്റെ, ഞാൻ ചോദിക്കട്ടെ, യേശു എന്താ മലയാളം പഠിക്കാത്തത്? യേശു എന്താ ആഫ്രിക്കൻ ലാംഗ്വേജ് പഠിക്കാത്തത്? യേശു യഹൂദനിടെ പിറന്ന് യഹൂദന്റെ ലാംഗ്വേജ് പഠിച്ച് അവനെ ഫോക്കസ് ചെയ്ത്, കാരണം ഉൽപ്പത്തി മുതൽ അവനെ സൃഷ്ടിച്ചുകൊണ്ട് വരികയാണ്. അവന് വേണ്ടി ദൈവം സ്പെൻഡ് ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ലൈഫ് എപ്പോഴും സൂര്യൻ്റെ കീഴിലുള്ള ലൈഫ്, സൂര്യൻ്റെ കീഴിൽ ആണ്ടുണ്ട്, മാസമുണ്ട്, വർഷമുണ്ട്, പ്രായമുണ്ട്. നീ നേരത്തെ ജനിച്ചവൻ, ഞാൻ ഇപ്പോൾ ജനിച്ചവൻ, അത് അതിനേക്കാൾ മുമ്പേ ജനിച്ചവൻ, ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. എന്നാൽ സൂര്യൻ ഇല്ലാത്ത ശൂന്യാകാശത്ത് പോയാൽ ഈ പരിപാടിയൊന്നുമില്ല. അവിടെ കലണ്ടർ പോലും യൂസ് ചെയ്യാൻ വേണ്ട. മനസ്സിലായോ? അപ്പോൾ സൂര്യൻ്റെ കീഴിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ. ഈ സൂര്യനെ ദൈവം വെച്ചിരിക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൂര്യൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമിങ് ഫയറാണ്. എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കത്തി എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനാണ്? നമുക്ക് വെളിച്ചം തരാൻ. ദൈവം എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുന്ന അഗ്നി, കൺസ്യൂമിങ് ഫയർ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
സൂര്യനെ ദൈവം പ്രതിബിംബമായിട്ട് ഭൂമി വെച്ചിരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ സൂര്യനെ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. സകലതിനും വേണ്ടി നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എരിയുന്നത് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയാണെന്ന് കർത്താവ് പറയുന്നു. അതിന് സിംബോളിക്കായിട്ട് ദൈവം ഒരു സൂര്യനെ വെച്ചിരിക്കുക. സൂര്യന്റെ കീഴിൽ ആണ്ടുണ്ട്, പ്രായമുണ്ട്, വർഷമുണ്ട്, ഏജ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, എല്ലാ സംഭവമുണ്ട്. സൂര്യൻ വിട്ട് പോയി കഴിഞ്ഞാൽ റലവില്ല. ദൈവത്തിന് നീ നേരത്തെ ജനിച്ചവനെന്നോ പിന്നെ ജനിച്ചവനെന്നോ ഇനി ജനിക്കാനുള്ളവനെന്നോ ഒന്നും വിഷയമല്ല. ദൈവത്തിന് ഇതൊന്നുമല്ല വിഷയം. പണ്ടൊരു പാസ്റ്റർ പറയാറുണ്ട്, കയ്യിന് ഭാര്യയെ കിട്ടി എവിടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സംസാരിച്ചു വന്നതിൻ്റെ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു, യഹോവയ്ക്ക് ഒരു ദിവസം 1000 ദിവസമാണ്. ദൈവം അവരെ പുറത്താക്കിയത് 1000. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ആദഹൗവയും പഴം പറിച്ച് കഴിച്ചപ്പോൾ അവർ 1000 ദിവസത്തിന് ശേഷം എന്താ പുറത്തുവിടാത്തത്? ഒറ്റ ദിവസം കൊണ്ട് പുറത്താക്കിയില്ലേ? ഈ ഊള ഉത്തരങ്ങളൊന്നും പറയരുത്. കാരണം ബൈബിൾ എഴുതിയിരിക്കുന്ന യഹൂദന് വേണ്ടിയാണ്. ബൈബിളിലെ പല ചോദ്യങ്ങളും യഹൂദനെ ഡിപ്പെൻഡ് ചെയ്തും ആർക്ക് എന്തിന് എപ്പോൾ എഴുതിയെന്നാണ് നമ്മുടെ ചോദ്യം. ഇന്നത്തെ തലമുറ നല്ല ബോൾഡും നല്ല ഇൻ്റലിജൻറ്റുമാണ്. അവരോട് തിരുവെഴുത്തുകൾ സംസാരിക്കാൻ വളരെ സൂക്ഷിച്ചു വേണം. അപ്പോൾ ഞാൻ പറയുന്നത്, ദൈവരൂപത്തിൽ ഇരിക്കുന്ന ഒരു ഫോം അത് മാറി മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന് മനുഷ്യനോട് സംസാരിക്കാവുന്ന നിലവാരത്തിലേക്ക് താഴ്ത്തപ്പെട്ട്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ താഴ്ത്തപ്പെട്ട് അവരുമായി സംസാരിച്ച് അവരുമായി കോണ്ടാക്ട് ചെയ്ത് അവർക്ക് ബോധം വരുത്തി അവരെ ദൈവപുത്രനിലേക്ക് തിരിച്ച്, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന ആ ക്രൈസ്റ്റ് എന്ന അനോയിൻമെന്റിലേക്ക്, ഞാൻ എപ്പോഴും പറഞ്ഞു 4 യേശുക്രിസ്തു ഉണ്ട്. ആ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ അനോയിൻമെന്റ് അഭിഷേകമാണ്. ക്രിസ്തു എന്ന അഭിഷിക്തൻ എന്നാണ്. ക്രിസ്തു എന്ന വാക്കിനടുത്ത് അഭിഷിക്തൻ എന്നാണ്. നിങ്ങളുടെ ഉള്ളിൽ അഭിഷേകത്തിൽ നിറച്ച് നിങ്ങളുടെ വാതിലുകളെ തുറന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ തുറന്നു നിങ്ങളെ ചിന്തിപ്പാനുള്ള നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ക്രൈസ്റ്റ് എന്ന അനോയിൻമെന്റ്. ക്രിസ്തു എന്ന അഭിഷിക്തൻ നിങ്ങളിലേക്ക് വന്നു വാഴുകയാണ്. നിങ്ങളുടെ പ്രതിസന്ധികളെ ദൂരക്കള, നിങ്ങളുടെ പ്രതികൂലങ്ങളെ ദൂരക്കള, കുടുംബ കലഹങ്ങളെ ദൂരക്കള. കാരണം നിങ്ങൾ ക്രിസ്തു എന്ന അഭിഷേകത്തെ വസിക്കുകയാണ്. ആ രൂപത്തിയിരിക്കുന്ന ആളെക്കുറിച്ച് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. സുവിശേഷങ്ങളിൽ 1-ാം അധ്യായം ഇരിക്കുന്നു, അവനിലാണ് സകലതും ഉളവായത്. ഉളവായ ആളെക്കൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ധരിച്ചിരിക്കുന്നു എന്ന് പലരും പഠിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നു, അങ്ങനല്ല. യേശുക്രിസ്തു ഈ ഭൂമി ജീവിച്ചപ്പോൾ പിതാവും പരിശുദ്ധാത്മാവും തൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയത് യേശുവിനെ മാത്രമായിരുന്നു. പക്ഷെ യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഉള്ളിൽ ഞാനും പിതാവും വന്ന് വാസം ചെയ്യും, പരിശുദ്ധാത്മാവ് നിങ്ങൾ ഗൈഡ് ചെയ്യും. ഓ ഹല്ലേലൂയ. അപ്പം നമ്മളെ നടത്തുന്നത് മൂവരും കൂടെ ചേർന്നാണ്. നിങ്ങൾ വായ് കൊണ്ട് പ്രസ്താവിക്കുന്നത് സംഭവിക്കും, നിങ്ങൾ കൽപ്പിക്കുന്നത് നടക്കും, നിങ്ങൾ എന്ത് പറയുന്നുവോ അത് വെളിപ്പെട്ട് വരും. പണ്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെ ഒരു ജോലിയുടെ വിഷയത്തിന് ഞാൻ എല്ലായിടത്തും ഇട്ടിരുന്ന സമയത്ത് ആ ജോലി കിട്ടിയില്ല. ഞാൻ ഒരിക്കൽ പോയപ്പോൾ പറഞ്ഞു, ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന സ്ഥലത്ത് ദൈവം ജോലി തരും എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. എനിക്ക് വിശ്വാസമില്ലാതെ പറഞ്ഞു വിട്ടതാണ്. പക്ഷേ ഇന്ന് എൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്യുന്നു. എൻ്റെ പ്രീതമ്മയുടെ ജോലി ചെയ്യുന്നതിൻ്റെ കാരണം എന്നറിയാമോ? അന്ന് പറഞ്ഞ വേർഡാണ്. ദൈവപുത്രനായി ജീവിക്കുക, മനുഷ്യപുത്രനായി ജീവിക്കരുത്. മനുഷ്യപുത്രന് കരയേണ്ടി വരും, ദൈവപുത്രന് ആഘോഷിക്കേണ്ടി വരും. ദൈവവുമായിട്ടുള്ള റിലേഷനാണ് ദൈവപുത്രൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവപുത്രനായിട്ടാണ്. ആ ഒരു അറിവിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുന്ന എല്ലാ അറിവുകളും, പള്ളിയോ അമ്പലങ്ങളോ എന്തറിവുകളോ മതത്തിൻ്റെ അറിവുകളെല്ലാം പോട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ അറിവിലേക്ക് ജീവിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കും. ദൈവം വന്നത്, യേശു ഇവിടെ വന്നത് ജീവൻ ഉണ്ടാകാനാണ്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടായി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാനാണ്. ഓരോ ലൈവുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഞാനൊരു സൂം മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ ഈ തിരുവെഴുത്തുകളുടെ മാർമിക സത്യങ്ങൾ അറിയണമെന്നുള്ളവർ ആ സൂം മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കുകയും, അതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ആ സൂം മീറ്റിംഗ് ഞങ്ങൾ വാട്സാപ്പിലൊക്കെ സെൻഡ് ചെയ്ത് തരികയും ചെയ്യും. നിങ്ങൾക്ക് തിരുവെഴുത്തുകൾ കൃത്യമായ നില, ആര് നിങ്ങളെ ചതിക്കരുത്, ആര് നിങ്ങളെ പറ്റിക്കരുത്, ആര് നിങ്ങളെ വഞ്ചിക്കരുത്. നിങ്ങൾ ആ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ മിക്കവാറും ഞായറാഴ്ചകളുടെ വൈകിട്ടായിരിക്കും ആ സൂം മീറ്റിംഗ് നമ്മൾ ക്രമീകരിക്കുക. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാൻ അർജൻറ്റായിട്ട് പറ്റിയില്ല നമ്മൾ ആ ലിങ്ക് കൊടുത്തേക്കും. ആ ലിങ്ക് 5 ദിവസത്തിനകത്ത് എക്സ്പയർഡ് ആകും. അതിനകത്ത് നിങ്ങൾ അതിനകത്ത് കയറി ആ മീറ്റിംഗ് കാണുക.
യൂട്യൂബിൽ പല കാര്യങ്ങളും ഞാൻ പറയാറില്ല. യൂട്യൂബിൽ ഈ പ്രാവശ്യം ഇടുന്ന വീഡിയോ കഴിഞ്ഞാൽ പിന്നെ സൂം മീറ്റിങ്ങിൻ്റെ വീഡിയോകളായിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുക. അത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ചില കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഏലിയാവിൻ്റെ അടുക്കൽ വന്ന കാക്ക എന്താണ്, യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള റെവലേഷൻ ഇതുപോലെ പറഞ്ഞു, മനുഷ്യൻ്റെ പുത്രന്മാരും ദൈവത്തിൻ്റെ പുത്രിമാരും എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം ആ സൂം മീറ്റിംഗ് നമ്മൾ വിവരിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.